കോനിച്ചിവ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് വന്ന് ഫുഡൊക്കെ കഴിഞ്ഞ് ഞാൻ ഹോസ്റ്റലിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഗൂഗിളിൽ നോക്കിയപ്പം കുറച്ച് ചീപ്പായിട്ടുള്ളൊരു ഹോസ്റ്റൽ കിട്ടിയായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഷെയർ റൂമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അല്ലെങ്കിൽ ഈ ലഗേജൊക്കെ വെച്ചിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ നിൽക്കാൻ പാടില്ലാത്ത സ്ഥലത്താണ് നിൽക്കണേ. അതുകൊണ്ട് അവിടെ നിന്ന് മാറി നിന്നു. ഈ ലഗേജുമായിട്ട് പോകുമ്പോഴേ എനിക്ക് ഒസാക്ക എന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിരുന്നല്ലോ പോകേണ്ടത്. അപ്പോൾ അവരൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഒന്നിലെ ഗുമ്മയിലേക്ക് പോകണം, അവിടെ ഫ്രണ്ട്സ് ഉണ്ട്. എങ്ങോട്ടാണെങ്കിൽ ലഗേജുമായിട്ട് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ഞാൻ ഒന്നാമത് ടയേർഡായി. ഒരു ദിവസം രാവിലെ കയറിയിട്ട് പിറ്റേ ദിവസം രാവിലെ അല്ലേ നമ്മളിവിടെ ജപ്പാനിൽ ഇറങ്ങുന്നത്. അപ്പം ഉറക്കമൊന്നും ശരിയായിട്ടൊന്നും ഇല്ലായിരുന്നു. ശരിക്കും ടോയ്ലറ്റിൽ പോകാനൊന്നും പറ്റിയില്ല കേട്ടോ. ഫ്ലൈറ്റിൽ ഞാനങ്ങനെ പോയില്ല. അപ്പം മൊത്തത്തിൽ എനിക്കൊന്ന് ഫ്രഷ് ആവണം, ഉറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് എങ്ങോട്ടും പോകാൻ ഒട്ടും മനസ്സൊന്നുമില്ല കേട്ടോ. പിന്നെ ഫേവറേറ്റ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും വയറും ഫുള്ളായി. നല്ല ഉറക്ക ക്ഷീണം ഉണ്ടായിരുന്നു. വീഡിയോസ് ഇടുന്നുണ്ടല്ലോ, ഞാൻ ഇവിടെ വന്ന് അപ്പം തന്നെ വീഡിയോസ് എഡിറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. തക്കദാനോ ബാബ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ചെന്നിട്ട് നമ്മൾ ട്രെയിൻ മാറി കയറണം തോസായി ലൈനിലേക്ക്. അങ്ങനെയാണ് നമ്മൾ പോകേണ്ടത്. ഞാൻ ആ ലൈനിൽ ഇതുവരെ പോയിട്ടില്ലെന്ന് തോന്നുന്നു. തക്കദാനോ ബാബയൊക്കെ അറിയാം. പിന്നെ ഇവിടെ ഒരുപാട് ലൈനുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊന്നും അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ പെട്ടുപോകും. അതുകൊണ്ട് സൂക്ഷിച്ച് പോകണം. അപ്പോൾ തോസായി ലൈനിലേക്ക് മാറി കയറണം. അപ്പോൾ ഞാനിവിടെ തക്കദാനോ ബാബയിൽ ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങി ആദ്യം ഇറങ്ങി അങ്ങ് ശല്യമില്ലാതെ പോകാമല്ലോ, വീഡിയോ എടുത്ത് പോകാമെന്ന് വിചാരിച്ചപ്പോഴേക്കും എനിക്കൊന്ന് ചുറ്റി കറങ്ങേണ്ടി വന്നു കേട്ടോ. ഇവരെല്ലാവരും അതിൽ കൂടെ ഇറങ്ങി, ഞാൻ പിന്നെ അങ്ങനെ കറങ്ങി എത്തേണ്ടി വന്നു. പിന്നെ ഈ റൂമെന്ന് പറഞ്ഞാൽ ഞാൻ ഗൂഗിളിൽ നോക്കിയാണ് കേട്ടോ കണ്ടുപിടിച്ചേ. ഭയങ്കര ചീപ്പായിരുന്നു. ഷെയർ റൂമാണ്. വേറെ കുറച്ച് ആൾക്കാരൊക്കെ കാണും. അപ്പം നമ്മൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അല്ലാതെ ഞാൻ നോക്കുമ്പോഴൊക്കെ ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പം പൈസ അധികം ചിലവാക്കണ്ടല്ലോ, പിന്നെ എഫേർട്ടും കുറവാണല്ലോ. നമുക്ക് ഗുമ്മയിലും ഒസാക്കയിലൊക്കെ കൺഫേം ആയിട്ട് പോയാൽ പോരെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. പിന്നെ നമ്മുടെ ഈ സുയിക്ക കാർഡ് കണ്ടോ, 2 വർഷം മുന്നേ ഞാൻ പോയപ്പോൾ പേഴ്സിലിട്ട് തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോയതാണ്. അതിനൊരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഞാനോട് അതൊക്കെ ആക്ടിവേഷൻ ആക്കണം ഇനി പോയി കാണുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അത് നമുക്ക് യൂസ് ചെയ്യായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. അതിൻ്റെ അത് കുറച്ച് പൈസ ഉണ്ടായിരുന്നു. പിന്നെ വിയറ്റ്നാം മണി ചേഞ്ച് ചെയ്തപ്പോൾ കുറച്ച് പൈസ കിട്ടിയായിരുന്നു കേട്ടോ. അതും കൂടി ഞാൻ ഈ റീചാർജ് ചെയ്യാനായിട്ട് എടുത്തു. അങ്ങനെ അവിടെ പോയപ്പോൾ കണ്ടാണ്, നല്ല ഭംഗിയില്ലേ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ തോസായി ലൈനിലേക്ക് മാറണം. ഇവിടുന്ന് മാറി അങ്ങ് പോകണം കേട്ടോ. അപ്പോൾ ആളുകൾ ഇപ്പോൾ ഒരു 10:30 ആയി കാണും. 10:30 കഴിഞ്ഞിട്ടുണ്ട്. ആൾക്കാരിങ്ങനെ ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സമയത്തും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും ഒക്കെ കാണാമായിരുന്നു. ഞാനാണ് നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. ലഗേജ് ലോക്കറിൽ വെച്ചപ്പോഴാണൊന്ന് സന്തോഷമായത്. 1000 ജാപ്പനീസ് തന്നെയാണ് നമുക്ക് വെക്കുന്നതിന്. അപ്പോൾ നാളെ എടുത്താൽ മതിയല്ലോ. അതുപോലെ മറ്റേ ബാഗ് ഞാൻ ചെറിയ ലോക്കറിൽ വെച്ചു, അതിന് 500 ജാപ്പനീസ് തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് IC കാർഡ് ഒന്ന് റീചാർജ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി അല്ലെങ്കിൽ ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് പിങ് കേട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോയി ചാർജ് ചെയ്യണമല്ലോ. അപ്പം രാത്രി ഇനി 10 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഈ ലൈനിലേക്കൊക്കെ ബസ് ഉണ്ടോയെന്നും ട്രെയിൻ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ലല്ലോ. സമയം നോക്കിയാൽ മതി. റെയിൽവേ സ്റ്റേഷനിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫോണൊക്കെ നോക്കാമല്ലോ. പക്ഷേ എന്നാലും മനസ്സിൽ ഇങ്ങനെ ആദ്യമായിട്ട് വന്നു. അതുകൊണ്ട് പിന്നെ ഇത് കിട്ടുമോ, കറക്റ്റ് സമയത്ത് എത്താൻ പറ്റുമോ, ഇനി അവിടെ ചെന്നാലും ഹോസ്റ്റൽ അടയ്ക്കുമോ. ഞാൻ അവിടെ ഒന്ന് ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. എന്നാലും അങ്ങനെ ഒരു ടെൻഷനൊക്കെ. അപ്പോൾ ഇരിക്കാൻ സീറ്റ് കിട്ടിയിട്ടോ. അപ്പം തന്നെ കണ്ണൊക്കെ ഒന്ന് മറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഞാനൊന്ന് ചാരി ഇരുന്ന് ഉറങ്ങിപ്പോയി. എനിക്കതറിയാം. അത്ര ക്ഷീണമായിരുന്നു. ഇരുന്നപ്പോൾ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ തൊട്ടടുത്തായിരുന്നു കേട്ടോ. 2-3 സ്റ്റേഷൻ മാറിയായിരുന്നു നമ്മുടെ സ്റ്റേഷൻ എത്തുമായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ഇറങ്ങി നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. കാറ്റും കൂടി കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സുഖം. ഈ അണ്ടർഗ്രൗണ്ട് പോലത്തെ ഈ ഇതായതുകൊണ്ടാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് നല്ല കാറ്റുണ്ടായിരുന്നു. കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ പോവാണ്. ഇവിടെ നിന്ന് നേരെ നമുക്ക് നടന്നു പോയാൽ കേട്ടോ. ഒറ്റ നേരെ തന്നെ അങ്ങ് പോയാൽ മതി. ഒരു 2-3 സിഗ്നൽ ജംഗ്ഷനൊക്കെ ഉണ്ട്. അതങ്ങ് താണ്ടി അങ്ങ് പോയേച്ചാൽ മതി. അപ്പം വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും നമ്മൾ വണ്ടി ഇല്ലാന്ന് കരുതി അങ്ങനെ ക്രോസ് ചെയ്ത് പോകാനൊന്നും പറ്റില്ല കേട്ടോ. ഇങ്ങനെ നോക്കി നിൽക്കണം. അപ്പോൾ അങ്ങനെ നോക്കി നിന്നു. ആ ഭാഗത്തേക്കൊന്നും അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ 2-3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഗൂഗിൾ ലൊക്കേഷൻ നോക്കിയാണ് പോകുന്നത്. അപ്പോൾ ഓരോ സിഗ്നൽ കാണുമ്പോൾ നമുക്കറിയാമല്ലോ ഇനി അടുത്തത് ഇത്ര 500 മീറ്ററിനൊക്കെ അടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇനി ട്രാവൽ വിസിറ്റിന് വരുവാണെങ്കിൽ ഇങ്ങനെയുള്ള ഷെയർ റൂമിലൊക്കെ താമസിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ചീപ്പായിരിക്കും. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഫോട്ടോസൊക്കെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അവിടെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ദിവസത്തേക്കല്ലേ, ഒരു ദിവസത്തിനുള്ളിൽ ഒസാക്കയിലുള്ള ജപ്പാൻകാരുടെ ഡീറ്റെയിൽസ് അവർ എന്നെ കോൺടാക്റ്റ് ചെയ്യണം. എന്നിട്ട് പിന്നെ അങ്ങോട്ട് പോയാൽ മതിയല്ലോ. എന്തായാലും ഹൈവേ ബസ്സിനാണ് പോകേണ്ടത്. ഒരു ദിവസത്തെ പണി പോക്കാം. എന്തായാലും ഒരു 10 മണിക്കൂർ കൂടുതൽ നമുക്ക് ബസ്സിലിരിക്കണമായിരിക്കും. അപ്പോൾ അങ്ങനെ നടന്ന് ഇവിടെ എത്തി. ദേ കാണുന്നുണ്ടോ ഒരു ലൈറ്റ്. അവരുടെ എഴുത്ത് നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല. അങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് നേരെ എത്തണം. ഇത്രയും കൂടി നടന്നപ്പോഴേക്കും കൂടുതൽ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. ഞാൻ ഫുഡ് അവിടെ നിന്ന് കഴിച്ചിട്ടാണോ വന്നതെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ വൈകിട്ട് വയറ് നിറച്ച് ഫുഡ് കഴിച്ചു, അല്ലാതെ ഞാനൊന്നും കഴിച്ചില്ല. അപ്പോൾ എന്തായാലും ചെറിയ വിശപ്പും ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. ഉറക്കമാണ് അതുവരെ ശരിയാവാത്ത. ഫ്ലൈറ്റിൽ ഇരുന്ന് ഒട്ടും ശരിയല്ലായിരുന്നു കേട്ടോ ഒരു ഇത്. അപ്പോൾ ഇതാണ് അവരുടെ പേര്. അപ്പോൾ ഫ്രണ്ടിൽ ഓഫീസുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ബുക്ക് ചെയ്യണം. അവിടെ നമ്മുടെ പാസ്പോർട്ടും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്ത് അവരുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ വന്ന് കാണിച്ചു തരുമൊന്നുമില്ല. നമ്മളോട് പറയും
ഇപ്പുറത്തേക്കൂടെ പോകണം. അപ്പോൾ നമ്മുടെ 2ാം നിലയിലാണ് നമ്മുടെ റൂം. അപ്പോൾ നമുക്കവിടെ നമ്മുടെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ഉണ്ട് റൂമിൻ്റെ ലോക്കറിൻ്റെ. അപ്പോൾ അതൊക്കെ നമ്മളോട് ഫോട്ടോ എടുത്തോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വന്നു. അപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ വെൻഡിങ് മെഷീൻസ് ഉണ്ട്. വെൻഡിങ് മെഷീനിൽ നിന്ന് ഇതുവരെ നമ്മളൊന്നും എടുത്ത് കുടിച്ചിട്ടില്ല കേട്ടോ. ഇന്നാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഒരു വെൻഡിങ് മെഷീനിൽ കുടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പറേ രാമേൻ, പിന്നെ കുറച്ച് സ്നാക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും രാമനൊന്നും കഴിക്കാൻ താല്പര്യമില്ല. ഞാൻ ഫേവറേറ്റ് ഫുഡ് സുത്താമേശ് കഴിച്ചതുകൊണ്ട്, ഞാൻ എൻ്റെ വീഡിയോ ഇട്ടായിരുന്നു, നിങ്ങൾ കണ്ടായിരുന്നോ? അത് കഴിച്ചതുകൊണ്ട് ചെറിയൊരു വിശപ്പുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും കുടിക്കാൻ വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെൻഡിങ് മെഷീൻ്റെ ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ പഴയ പേഴ്സ് കണ്ടോ, ഇതൊക്കെ ഞാൻ വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾ കാണിച്ചിട്ടുള്ള അതേ പേഴ്സാണ്. എല്ലാം കൊണ്ടുപോയി അതുപോലെ തന്നെ അലമാരിയിൽ വെച്ച് പൂട്ടിയേക്കുമായിരുന്നു. അതിൻ്റെ അകത്ത് കുറച്ച് നോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വെൻഡിങ് മെഷീൻ ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താ എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ, എനിക്ക് അറിയാലോ, ലെമൺ ജ്യൂസ് അല്ലെ ഓറഞ്ച് ജ്യൂസ്, ഇതൊന്നും മാറ്റി പിടിക്കത്തില്ല ഞാൻ, വർഷങ്ങളായിട്ട് അങ്ങനെയാണ്. പിന്നെ വെൻഡിങ് മെഷീനിൽ നിന്ന് ലെമൺ ജ്യൂസാണ് ഞാൻ എടുക്കാറുള്ളത്. അപ്പോൾ ലെമണിൻ്റെ ഒരു ഫ്ലേവറുള്ളൊരു നൊമിമോണോ, അതായത് കുടിക്കാനുള്ള സാധനം കണ്ടു. അപ്പോൾ അതെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കണ്ണ് എന്തായാലും ഒരു സാധനം ഇഷ്ടപ്പെട്ട അത് തന്നെ ആയിരിക്കട്ടെ എനിക്ക് എപ്പോഴും എടുക്കാൻ തോന്നുന്നത്, അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും പൈസയൊക്കെ ഇട്ടിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ അകത്ത് നോട്ട് ഇടാനുള്ള ഓപ്ഷൻ ഞാൻ കണ്ടില്ല. അതില്ലാത്തതാണോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ ചില്ലറ ഇട്ടിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ലെമൺ പോലത്തെ ഒരു ഡ്രിങ്കാണ് എനിക്ക് കിട്ടിയത്. ലെമൺ പോലത്തെ അല്ല, ലെമൺ ഡ്രിങ്കാണ് എനിക്ക് കിട്ടിയത്. അപ്പം നല്ല തണുപ്പുണ്ടല്ലോ. ഇത് കുടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. കാരണം എനിക്ക് നാട്ടിൽ വരുമ്പോൾ ഫ്രഷ് ലൈം ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഫ്രഷ് ലൈം കുടിക്കലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരിടയ്ക്ക് നിർത്തിയതാണ്. അപ്പം ജപ്പാനിൽ വന്നു കഴിയുമ്പോൾ എനിക്ക് അതുപോലെ എന്തെങ്കിലും ഒരു സാമ്യമായിട്ട് നമുക്ക് തോന്നുന്നത് ഈ ലെമണിൻ്റെ ഒരു ഡ്രിങ്കാണ്. അപ്പോൾ അങ്ങനെ ബാക്കി ചില്ലറയൊക്കെ മാറ്റി വെച്ചു. ഇനിയും നമുക്ക് വെൻഡിങ് മെഷീൻ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എപ്പോഴും ചില്ലറ വേണമല്ലോ. വെൻഡിങ് മെഷീനിൽ ഇടാൻ ചില്ലറ ഇല്ലെങ്കിലേ കയ്യിൽ നിന്ന് കാശ് വേണം, വഴി അറിയില്ല. നോട്ട് ഇട്ട് കഴിയുമ്പോൾ അത് ചില്ലറ ആയിട്ടല്ലേ കിട്ടണേ. പിന്നെ അത് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ചിലവായി പോകും. അങ്ങനെ ഒരു സോഴ്സ് ഉണ്ട് പൈസ കൂടുതൽ ചിലവായി പോകാനായിട്ട്. എൻ്റെ ഒരു ബുദ്ധിയിൽ ഞാൻ കണ്ടുപിടിച്ചാണ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കുടിച്ചു. നല്ലൊരു ടേസ്റ്റ്, നാവിനൊക്കെ നല്ലൊരു രുചി കിട്ടി. ഫ്ലൈറ്റിലെ ഫുഡും പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ശരിക്കും ഇപ്പോഴാണ് തണുത്തൊരു ഇത് കഴിക്കുന്നത്. നല്ല സുഖം കിട്ടി. അതും ലെമൺ ആകുമ്പം എനിക്ക് ലെമണും ഓറഞ്ചൊക്കെ ഭയങ്കര ഇഷ്ടം. എന്തോ പഴങ്ങളിൽ അങ്ങനത്തെ ജ്യൂസിനോടൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുപോലെ തന്നെ പാവയ്ക്ക അങ്ങനത്തെ ഇതൊക്കെ. അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് നമ്മുടെ റൂം കാണാം. അപ്പോൾ അവിടെ നിന്ന് നേരെ പോകുമ്പോഴത്തേക്കും 2ാം നിലയിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റെയർ ഇങ്ങനെ കയറി പോകണം. നമുക്കങ്ങനെ വന്ന് കാണിച്ചൊന്നും തരില്ല കേട്ടോ. അപ്പോൾ അത് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ക്ലിയറായിട്ട് പറഞ്ഞു തന്നു. നിക്കായി എന്ന് പറഞ്ഞു, 2ാം നിലയിലാണെന്ന് പറഞ്ഞു, റൂം നമ്പർ പറഞ്ഞു. അതുപോലെ നമുക്ക് ഒരു ലോക്കറുണ്ട്, ലോക്കറിൻ്റെ നമ്പറും പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആദ്യം ചെന്നിട്ട് നമുക്ക് ഷൂ ഊരി വെക്കണം കേട്ടോ. നമ്മളകത്ത് സ്ലിപ്പറല്ലേ ഇടുന്നത്, അകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ ഷൂ ഊരി വെച്ചു. പിന്നെ അകത്ത് തന്നെ ലോണ്ട്രി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സെറ്റപ്പായിരുന്നു. വളരെ ചീപ്പാണെങ്കിലും എനിക്ക് നല്ല ലാഭമായിട്ടാണ് കേട്ടോ തോന്നിയത്. ഇവിടെ ലോക്കറുണ്ട്. ലോക്കറിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെക്കാം. ഞാൻ ചെറിയ ബാഗ് അവിടെ വെച്ചിട്ടാണ് ഒരു സമയത്ത് ഞാൻ പുറത്തൊക്കെ പോയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷെയർ റൂം. അപ്പുറം ഇപ്പുറമൊക്കെ ആൾക്കാരുണ്ട്. നമ്മുടെ നമ്പർ 6 ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കയറുമ്പോൾ ഇങ്ങനെ ഇരിക്കും. വേണമെങ്കിൽ 2 പേർക്കൊക്കെ കിടക്കാം. 2 പേർക്ക് അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ചിലപ്പം കപ്പിൾസ് വന്നാലും അങ്ങനെ കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്ക് ധാരാളമായിരുന്നു ഈ റൂം. തലയ്ക്കും ചോട്ടിൽ തന്നെ പാസ്പോർട്ടും അങ്ങനെ പേഴ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചു. അതൊക്കെ സൂക്ഷിച്ച് വെക്കണമല്ലോ. പിന്നെ ടീഷർട്ടൊക്കെ ഊരി അവിടെ മാറ്റി വെച്ചു. നല്ല ടയേർഡായതുകൊണ്ട് ഇച്ചിരി നേരം ഒന്ന് കിടന്നിട്ട് പിന്നെ ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ കിടന്നുറങ്ങാനുള്ള പരിപാടിയായിരുന്നു. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ നാളെ കാണിക്കാം കേട്ടോ. നാളെ ഇതൊന്ന് ചുറ്റി കാണിക്കാം എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ കർട്ടനൊക്കെ ഉണ്ട്. അതൊക്കെ ഇട്ടിട്ട് അങ്ങ് കുറച്ച് നേരം കിടന്നു. ഇനി വീഡിയോസ് ഇടണമായിരുന്നു. പിന്നെ ഇവിടെ നോക്കുമ്പോൾ വേറെ അയൽപ്പക്കാരെ കാണാം. ഇതുവരെ ആരെയും കണ്ടില്ല കേട്ടോ. 1-2 പേരെയൊക്കെ അത് അപ്പുറമൊക്കെ ഇരിക്കുന്ന കണ്ടു. കോമൺ ഏരിയയൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാം വിശദമായിട്ട് ഞാൻ നാളെ കാണിക്കാം. അപ്പോൾ നല്ല ടയേർഡായതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വ്ളോഗ് പഴയ പോലെയൊക്കെ ഇടുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങൾ കാണണം, സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.